അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. മുസ്ലിമിലെ 440 ഹദീസ്. ഖൈറു സുഫൂഫിർ റിജാലി, പുരുഷന്മാരുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രേഷ്ഠമായ അണി അവ്വലുഹ, ആദ്യത്തതാണ്. ഒന്നാമത്തെ സഫിൽ സുബഹി ജമാഅത്തിൽ ഉള്ള പ്രതിഫലങ്ങൾ എത്രയാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞെങ്കിൽ അവിടെ അവർ തിക്കും തിരക്കും ഉണ്ടാക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മരണം വരെ നമ്മൾ ഇനി ആരും പറയേണ്ടതില്ലാത്ത വിധം ആദ്യം വരുന്ന ആൾക്കാർ മുന്നിൽ, ഇമാമിന്റെ തൊട്ട് പിറകിൽ കുറച്ച് ആയത്തൊക്കെ അറിയണേ ഒന്ന് ഓതിക്കൊടുക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർ 1-2 ആൾക്കാരുണ്ടെങ്കിൽ നിൽക്കുക. ബാക്കി എവിടെയും നിങ്ങൾക്ക് നിൽക്കാം. ചുമര് ചാരിയിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ആർക്ക്? രോഗികൾക്ക്. ഒന്നുകിൽ കസേര അല്ലെങ്കിൽ ചുമര്. രോഗികളല്ലാത്തവരൊക്കെ, ഇനി രോഗികൾക്കും തന്നെ ഫസ്റ്റ് സഫിലുണ്ട് 1-2 ആൾക്ക് ചാരാനുള്ള സ്ഥലം അപ്പുറത്തും കേട്ടോ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മരണത്തിൻ്റെ മണം, മരണത്തിൻ്റെ ഭീകരമായ വാർത്തകൾ, ആ വാർത്തകൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അത് തന്നെ നമ്മൾ ചർച്ച നടത്തുന്നു. അത് തന്നെ വീണ്ടും ഓർക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ നമ്മുടെ മാനുഷികമായ മാനസികമായ വികാരമാണ്, വിചാരമാണ്. ശരി, എന്നിട്ടോ എല്ലാം കേട്ടു, കണ്ടു, വായിച്ചു. എന്നിട്ട് ഒന്നാമതായി നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു, നമ്മളും മരിക്കും. രണ്ടാമതായി പരിക്കേറ്റവരെക്കുറിച്ച്, രോഗികളെക്കുറിച്ച് നമ്മൾ വിചാരിച്ചു, അവർക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മ. 1 അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിയക 7 പ്രാവശ്യം. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ വലമ്മ 1 പ്രാവശ്യം. ആംബുലൻസ് ചീറിപ്പായുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ജീവനം കൊണ്ടുള്ള ഓട്ടമാണ് എന്ന ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുകയാണ്. നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ 24 മണിക്കൂറും നമുക്ക് രോഗസന്ദർശനത്തിന്റെ കൂലിയാണ്. ആ കൂലി വിചാരിക്കണം, അതനുസരിച്ച് പെരുമാറണം. പണ്ടാറും കൊരയും ചുമയും കഫവും ആയിട്ടിങ്ങനെ ഇടങ്ങാറാക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലോ ആ കൂലി പോയി. സഹിക്കൽ ഏതായാലും സഹിക്കണം. അപ്പൊ നല്ല മധുരമായി സഹിക്കുക. വലിയപ്പ, വല്യമ്മ, ഇളയമ്മ, മൂത്തമ്മ, അങ്ങനെ സ്വന്തം വീട്ടിൽ ഒരു കിഴവൻ, ഒരു കിഴവി ഉണ്ടായാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പേരക്കുട്ടികളെയും മക്കളെയൊക്കെ സ്വസ്ഥായിട്ട് അവിടെ ഇരുത്താം. പക്ഷെ വേറൊരാളൊരു വയസ്സായിട്ട് ഇങ്ങനെ കൊക്കിച്ചാടി കാറൊക്കെ ചുതുപ്പി നടക്കണ കാണുമ്പോ നമുക്ക് ഒരു വിഷമം തോന്നുമോ? അത് തന്നെ നമ്മളെ വലിയ അപ്പി, അത് തന്നെയാണ് നമ്മളെ വലിയ അപ്പി. അതുകൊണ്ട് അങ്ങനെയല്ല. അല്ലാഹു അരുളിയ ഒരു കാര്യമുണ്ട്. ആദ്യം കൊച്ചുകുഞ്ഞ് പ്രസവിക്കുമ്പോ കുട്ടിക്കൊന്നും അറിയില്ല, മലമൂത്ര വിസർജനം അറിയില്ല, ഭക്ഷണം അറിയില്ല. മലവും ഭക്ഷണവും തമ്മിൽ കുട്ടിക്ക് വ്യത്യാസമല്ല, എല്ലാം വാരിത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് കുറെ അറിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിൽ, അർദലുൽ ഉമർ, ആയുസ്സിന്റെ അങ്ങേ അറ്റം, ആയുസ്സിന്റെ ഏറ്റവും താഴ്ന്ന അറ്റം, വയസ്സായി അത്തുംബിത്തു അറ്റ്, മാംസപേശികൾ അയഞ്ഞു തൂങ്ങി, കണ്ണിലൊക്കെ കറുപ്പ് വന്ന്, കവിള് കരുവാളിച്ച്, അവിടെ ഞരമ്പുകളൊക്കെ ലേശം പൊന്തി. അപ്പോ ആ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഈ കണ്ണിൽ കറുപ്പ് വന്നത്, കവിള് കരുവാളിച്ചത്, മാംസപേശികൾ അയഞ്ഞു തൂങ്ങിയത് ആർക്കോ തിന്നാൻ കൊടുത്തിട്ടാണ്.
തിന്നാൻ കൊടുക്കണമെങ്കിൽ അധ്വാനിച്ചിട്ടാണ്, അധ്വാനിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ്. മഞ്ഞും മഴയും വെയിലും ചൂടും തണുപ്പും കാറ്റും ഒന്നും പരിഗണിക്കാതെയാണ് പിതാക്കളും മാതാക്കളും പരിശ്രമിച്ചത്. അത് ഉമ്മ മനസ്സിലാക്കി കൊടുക്കണം. കൂലി വാങ്ങാതെ വേലക്കാരിയായി, ഉമ്മയായി, ഭാര്യയായി, പെങ്ങളായി, മകളായി നമ്മുടെ ഉമ്മ വീട്ടിൽ എരിഞ്ഞു തീർന്നത്, ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞു തീർന്നത് ബാപ്പിയും പറഞ്ഞു കൊടുക്കണം. എവിടെ എന്റെ തള്ള കേറി വരുമ്പോ ചില വാപ്പാരി ചോദിക്കും, നിങ്ങളല്ലല്ലോ അസ്സലാമു അലൈക്കും എന്ന് പറ, എവിടെ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, അസ്സലാമു അലൈക്കും, അല്ലാഹുവേ എന്റെ ഭാര്യയെ നീ രക്ഷിക്കും, അസ്സലാമു അലൈക്കും എന്ന് മറ്റുള്ളവരോട് പറയുമ്പോ സ്വന്തം ഭർത്താവിനോട് എന്ന് പറയും. വീട്ടിൽ കയറി വരുമ്പോ കോളിംഗ് ബെല്ലല്ല, സലാമാണ് വേണ്ടത്. സലാമുൻ അലൈക്കും. നമുക്ക് മരിച്ചാലും മരിക്കണ സമയത്തും മരിച്ചു എന്നാലും ഒക്കെ കേൾക്കാനുള്ളത് സലാമാണ്. അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം എന്നല്ലേ നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മളെ ഭാര്യക്ക് സമാധാനം വേണ്ടേ? ഭർത്താക്കന്മാർക്ക് സമാധാനം വേണ്ടേ? വേണം. അപ്പോ ഇതൊക്കെ നടപ്പാക്കി, അപ്പൊ നടപ്പാക്കുന്നത് ആൾക്കാർ കണ്ടു, മക്കളൊക്കെ കണ്ടു, അവരും നടപ്പാക്കി. അങ്ങനെ അന്ത്യനാള് വരെ നമ്മളൊരു പുണ്യം ചെയ്യാണ്. ഒന്നും എവിടെ അവസാനിക്കണില്ല, ഇടക്കൊന്നും മുറിഞ്ഞു പോണില്ല. വരുമാനം മുറിഞ്ഞ് ഗൾഫ് പോയി, കടകത്തി, അങ്ങനൊക്കെ സംഭവിക്കും. കർമ്മധർമ്മങ്ങൾ അങ്ങനെ അന്ത്യനാള് വരെ. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ആര് പഠിപ്പിച്ചതാണ്? അത് ആദം നബി അലൈഹിസ്സലാം മുതലുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് മലക്കുകൾ സഫ് നിൽക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മലക്കുകൾ സഫ് നിൽക്കുമ്പോ അടുത്ത്, കാലിൽ ലേശം വിട്ടുവെക്കല്ല, അടുത്ത്, ചുമലും കാലിന്റെ ഞെരിയാണി മടമ്പും അടുപ്പിച്ച് ഇഷ്ടിക വെക്കണമായിരുന്നു. ഈ രീതിയിൽ നമ്മുടെ സമൂഹം അങ്ങനെ പരമ്പരയായിട്ട് വരികയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളും മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും ആങ്ങള പെങ്ങന്മാരും ഒക്കെ ഈ വയസ്സാകുമ്പോഴും അല്ലാത്തപ്പോഴുമുള്ള ഈ അസുഖത്തെക്കുറിച്ച് ഒക്കെ വിചാരപ്പെടണം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ 24 മണിക്കൂർ കൂലിയാണ്. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്കെന്താ ഈ അസുഖം വരാൻ? അതെന്നെ എല്ലാരും ചിന്തിക്കണെന്ന് വെച്ചാലോ, എല്ലാരെയും കാരണം ഒന്നാണ്, എല്ലാവരുടെയും കാരണം ഒന്നാണ്. പരലോകത്ത് കൂലി കിട്ടാനാണ്, ഇഹലോകത്ത് ക്ഷമയും സഹനവും ഉണ്ടാകാനാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കി അവസാനം ഒരു ഗുണമില്ലാതെ മരിച്ച് ആ പൈസ. ഇന്നലെ മിനിഞ്ഞാന്ന് മംഗലാപുരത്ത് ട്രെയിൻ ഇറങ്ങിയപ്പോ ഒരു പയ്യൻ വലത് കൈ കെട്ടിവെച്ചിരിക്കണ്, വലത്തെ കാല് ഫ്രാക്ചറായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്നാ ഓട്ടോറിക്ഷക്കിന്റെ അടുത്തേക്ക് പോകുക എന്ന് വാപ്പ പറഞ്ഞപ്പോ മോൻ പറഞ്ഞു, നടക്കാൻ വയ്യ വാപ്പ. അപ്പൊ ഓട്ടോറിക്ഷ അവിടെ എത്തണമില്ല. അപ്പൊ നമ്മൾ വന്ന വണ്ടിയിൽ അവരെ വിളിച്ച് കയറ്റി ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവ ഉമ്മ ലേശം തുണിക്കഷ്ണത്തിന്റെ കുറവുണ്ട്, മനസ്സിലായല്ലോ, മക്കനെ ശരിയായിട്ടില്ല. അപ്പൊ അവരോട് പറഞ്ഞു, മക്കനൊന്ന് കുത്തി, നമ്മൾ നല്ലൊരു യാത്രയിലല്ലേ, അനുസരിച്ച്. പിന്നെ മോനോട് ചോദിച്ചു, മോനെ എങ്ങനെയാ നിസ്കരിക്കല്? രോഗിയെ കണ്ട വർത്താനൊക്കെ പറഞ്ഞ് അള്ളാഹു ശിഫയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട ചോദ്യം എങ്ങനെ നിസ്കരിക്കല് എന്നാ. അതെന്താ നിസ്കരിക്കലുണ്ടോ അല്ലേന്ന് ചോദിക്കുന്നതിനേക്കാൾ ഭംഗിയുള്ള ഒരു ചോദ്യമാണ്. അപ്പോ ബാപ്പിയമ്മയും പറഞ്ഞു മോൻ ഇരുന്നിട്ടാ നിസ്കരിക്കല്, പക്ഷെ മോൻ സത്യം പറഞ്ഞു നിസ്കരിക്കലില്ല. 2 മാസമായി നിസ്കരിച്ചിട്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ആ കുട്ടിക്കും എല്ലാവർക്കും ശിഫ നൽകട്ടെ. അപ്പോ ഒരു നേരം, ഒരൊറ്റ നേരം നിസ്കരിക്കാതിരുന്നാൽ അവന്റെ പേര് മാറണം, ഓളെ പേര് മാറണം. അറിയോ നിസ്കരിക്കണം എന്നുള്ളത്? അറിയാം. അപ്പൊ നിസ്കരിക്കണം എന്ന് അറിയാലോ, അറിയും. ഇന്നത് നിസ്കരിക്കാതിരുന്നാൽ ഒന്ന് നമ്മളെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്.
ഫഖദ് കഫറ. വാക്കെന്താ? ഫഖദ് കഫറ, കാഫറായി. ഇസ്ലാമിക ഗവൺമെന്റിന്റെ നിയമം പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് തലവെട്ടണം എന്നാണ്. തലവെട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്റെയും നിങ്ങളുടെയൊക്കെ തല എത്ര ആളത് ബാക്കിയുണ്ടാവും? ഒരു നേരത്തെ നിസ്കാരം ജംഇന്റെ സമയം കഴിഞ്ഞ്, അഥവാ ളുഹറിന്റെ സമയം അസർ വരെയാണ് ലാസ്റ്റ്. യാത്രക്കാരോ എന്തെങ്കിലും തടസ്സങ്ങളുള്ളവരോ ആണെങ്കിൽ, യാത്രക്കാർ മാത്രല്ല തടസ്സങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ജമ്മാക്കാം. 4 അതെത്ര വരെയാ? മഗ്രിബിന്റെ 3 വരെ. ആ മഗ്രിബിന്റെ 3 വരെ ആയിട്ടും ഇന്നലത്തെ ളുഹർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ തല കട്ട് ചെയ്യണം. ആ തല ഇസ്ലാമിന് ആവശ്യമില്ല. അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ. 2 മാസം നിസ്കാരം പോയതല്ല, പോക്കിയതാണ്. എത്ര കുടുംബക്കാരോടെ വന്നിട്ടുണ്ടാവും? എത്ര ആൾക്കാർ ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ടാവും? പക്ഷെ ചോദിക്കണ്ടേ? ചോദിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഒരു വലിയ ആശുപത്രിയിൽ പോയി അടുത്ത റൂമില് രോഗിയായ ഒരു ഉസ്താദിനെ സന്ദർശിക്കാൻ ചെന്ന്. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ നിസ്കരിക്കല്? ബാപ്പ ഉസ്താദാണ്, മകനുണ്ട് അവിടെ. മകൻ ബാപ്പാനേക്കാൾ വലിയ ഉസ്താദാ. ബാപ്പ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, 5 ദിവസമായി നിസ്കരിച്ചിട്ടില്ല. എന്തേ? വൃത്തിയില്ല. ഉസ്താദ് തന്നെ അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ എന്താ പിന്നെ പറയാ? വൃത്തി വേണോ? വേണം. നിസ്കരിക്കാൻ വൃത്തി നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലാ വുളു അല. വുളു ഇല്ലാത്തവന് നിസ്കാരമില്ല, ഇല്ലേ? പക്ഷേ വുളു എടുക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. വെള്ളമില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? കഠിനമായ ചൂടാണ്, തൊടാൻ പറ്റില്ല. തൊട്ടാൽ തൊലി പോകും, അല്ലെങ്കിൽ കഠിനമായ ചൂടായിട്ട് രോഗം വരും. അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിലോ പച്ചവെള്ളമായാലും തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മുറിവുണ്ട്, അല്ലെങ്കിൽ കഠിനമായ പനിയാണ്, അസുഖങ്ങളാണ്. ശരി, എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. എന്താ തയമ്മം? മണ്ണാണ് കേട്ടോ, മണ്ണാണ്, വേറൊന്നുമല്ല. മണ്ണിൽ ഒരടി, എന്നിട്ട് ഒന്ന് കൊടയ, എന്നിട്ട് കണ്ടില്ലേ മുഖം തടവ. ബിസ്മില്ലിട്ട് മണ്ണിലടിച്ച് ഒന്ന് കൊടഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം മുഖം തടവുക. ഒറ്റ പ്രാവശ്യം വലത് കൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ കൈപ്പത്തിയുടെ പുറം ഭാഗവും ഇടത് കൈ കൊണ്ട് വലത്തെ കൈയിന്റെ പുറം ഭാഗവും ഒന്ന് തടവുക. അതേ ഉള്ളു പണി. കുറച്ച് മണ്ണ് വേണം, കുറച്ച് മണ്ണ് പൊതിയണം. ചോറ് പൊതിയണില്ലേ? ഉണ്ട്. പലതും കൊണ്ടുവരുന്നില്ലേ? ഉണ്ട്. ഇനി മണ്ണില്ല, ഒരടി എവിടെയായാലും പറ്റും. വേണ്ടത് മണ്ണാണ്, അതില്ലെങ്കിലാണ്. എന്ന് നിസ്കരിക്കണം. അപ്പോ വൃത്തിയുണ്ടോ? ഇല്ല. മണ്ണ് മൂത്ത് വെച്ചാൽ വൃത്തിയാകുമോ? ഇല്ല. പക്ഷെ ശുദ്ധിയാകും. ഇസ്ലാമിന്റെ നിയമം അതാണ്, ശുദ്ധിയാകും. അപ്പോ തുണിയും കുപ്പായോ ചളിയുണ്ട്, ചളി നജസല്ല. വിയർപ്പുണ്ട്, നജസല്ല. കളറുണ്ട്, നജസല്ല. ഇനി നജസ് തന്നെ ആയി, ഓക്കെ, കഴുകാൻ വെള്ളമില്ലെങ്കിലോ കുഴപ്പമില്ല. ഇനി നജസ്സിലാണ് കിടക്കുന്നത്, മൂത്രവാർച്ചക്കാരനാണ്, മലം പോയിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കക്കൂസിന്റെ ഉള്ളിൽ വീണ് കിടക്കുന്നു, പുറത്തേക്ക് വരാൻ ഒരു നിവൃത്തിയില്ല, നമ്മൾ ഉപേക്ഷിച്ച മാലിന്യം ആ കക്കൂസിലുണ്ട്, പുറത്തേക്ക് വരാൻ മാർഗമില്ല, വിളിച്ചാൽ കേൾക്കുന്നില്ല, മൊബൈല് കയ്യിലില്ല, അങ്ങനെ അവസ്ഥ വരാം. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. അങ്ങനെ വന്നാൽ അവിടെ നിസ്കരിക്കണം, മലത്തിലാ നിസ്കരിക്കണത്. പക്ഷേ നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല. മെൻസസ് ആകണം, അല്ലെങ്കിൽ ബോധമില്ലാതാകണം, അപ്പോഴേ ഒഴിവുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ മറക്കരുത് ഒരൊറ്റ നേരം പോലും. അപ്പൊ മൂത്രവാർച്ചക്കാരനാണെങ്കിലോ മൂത്രം പോയിക്കൊണ്ടേയിരിക്കുന്നു, നിസ്കരിക്കണം. ഇനി എങ്ങനെ നിസ്കരിക്കേണ്ടത്? നിന്നിട്ടാണ്. നിൽക്കാൻ കഴിയില്ലെങ്കിലോ കഴിയാത്തപ്പോ ഇരിക്കുക, നിൽക്കുക, ഇരിക്കേണ്ടി വരുമ്പോ ഇരിക്കുക. ഇരിക്കാനും വയ്യ, കിടക്കുക. കിടന്നിട്ട് എന്ത് ചെയ്യണം? കൈകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ചെവി വരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ചുമരു വരെ കൊണ്ടുപോയി, ഇടത്തെ കൈയിന്റെ മീതെ വലത്തെ കൈയാക്കി നെഞ്ഞത്ത് വെക്കണം. അതെന്താ അവിടെ വെക്കാൻ? എവിടെയാണോ ഹൃദയം
എവിടെയാണോ ഖുശൂ ഖുളൂ അവിടെ വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ശാഫിഈ മദ്ഹബ് പറയും. ശരി, അങ്ങനെ കയ്യനങ്ങൂലെങ്കിലോ വേണ്ട, കണ്ണനങ്ങും. കണ്ണും അനങ്ങാത്ത വിധത്തിൽ ക്ഷീണിച്ചു പോയി, കണ്ണ് പൊറക്കണില്ല, മനസ്സുകൊണ്ട് നിസ്കരിക്കണം. ഇനി വല്ല സംശയവും ബാക്കിയുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കുക, ഇൻഷാ അല്ലാഹ് പറയാം കേട്ടാ, ക്ലിയറാ. അപ്പോ ഒരൊറ്റ നേരത്തെ നിസ്കാരം, ഇതാ ഒരു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മൾ എത്ര നിസ്കാരം പാഴാക്കിയിട്ടുണ്ടാകാം? അപ്പൊ ഈ വിഷയം നമ്മളൊന്ന് പഠിക്കണം. പാഴായ നിസ്കാരങ്ങൾ അല്ല, പാഴാക്കിയ നിസ്കാരങ്ങൾ. പാഴായ നിസ്കാരങ്ങൾ അല്ലാഹു മാപ്പാക്കട്ടെ. പാഴാക്കിയ നിസ്കാരങ്ങൾ കരുതിക്കൂട്ടി ബാങ്ക് കൊടുത്ത് ചങ്ങായിമാരൊക്കെ പോണ്ട്, പള്ളിയുണ്ട്, തലങ്ങും വിലങ്ങും ബാങ്ക്, എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത് എന്ന്. അപ്പോ രോഗിയെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം, രോഗവിവരങ്ങളൊക്കെ ചോദിക്കണം, പാപങ്ങൾ കഴുകിക്കളയാനുള്ളതാണ്. ഇല്ല ബസ് സാരല്ല, നമ്മളെ ഓന്റെ മുമ്പിൽ വെച്ച് ഓരോ മുമ്പിൽ വെച്ച് പറയാം, ഈ അസുഖം വന്നിട്ട് ആ വടക്കയിലെ ചേക്കുട്ടിയൊക്കെ മരിച്ച് എന്നിങ്ങനെ പറയാം, മരണത്തിന്റെ കാര്യങ്ങൾ പറയും. അങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ രോഗം വന്നത് അറിയിക്കണേ. ക്യാൻസർ വന്നാൽ അവർക്ക് ശരിക്ക് പറഞ്ഞു കൊടുക്കണം ക്യാൻസർ ആണ്. അപ്പൊ എന്താ, ഈ തൗബ ശരിക്ക് ചെയ്തോളൂ. ഇനിയൊരു മടക്കമില്ലാത്ത രോഗമാണെന്ന് ഡോക്ടർമാര് പറയുന്നു, ആണെന്നല്ലട്ടോ പറയുന്നു. അപ്പോ വിഷയം, നമുക്ക് വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ രോഗിയെപ്പറ്റി നമ്മൾ പ്രാർത്ഥിക്കും. പരിക്കേറ്റ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്ന് ആശുപത്രി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ശരി, ഇനിയുള്ള വിഷയം എന്താണ്? മരിച്ചു, മരിച്ചവരൊക്കെ മരിച്ചു, ഇന്നെത്രയായി, ഇപ്പൊ എത്രയായി എന്ന് നമ്മൾ പരസ്പരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാർത്തകൾ എല്ലാ സെക്കൻഡിലും നമുക്ക് എത്തുന്നുണ്ട്. ഏറ്റവും വലിയ അനിശ്ചിതത്വം, മരിച്ചോ ഇല്ലേ എന്നറിയാത്ത കേസുകളാണ്. എത്രയോ ആളുകൾ അങ്ങനെ ലോകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിലേറ്റവും വലിയ സങ്കടകം, കുറെ കാലമായി ഭർത്താവ് എവിടെയാണെന്നറിയില്ല, മരിച്ചോ ഇല്ലേ എന്നറിയില്ല, വേറൊരു കല്യാണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട്, ശരീരത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പൈസന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മിണ്ടിപ്പറയാൻ ഒരു തുണ ആവശ്യമുണ്ട്. ആ സ്ത്രീകളൊക്കെ എന്താ ചെയ്യാൻ? നമ്മളാരും മുങ്ങരുതട്ടോ. ഞാൻ പോകാം എന്ന് പറഞ്ഞ് കുപ്പായ ഹാങ്ങറിന്ന് വലിച്ചെടുത്തിട്ട് ഒറ്റപ്പോക്ക് ചില ആണുങ്ങൾ, ഓ കൊള്ളാം, മീശണ്ടല്ലോ അല്ലേ, ഓളും അങ്ങനെ ഇറങ്ങിയാലോ ഈ കുട്ടികളൊക്കെ എന്താവും? വീട് കുളമാവൂലേ? അതുകൊണ്ട് നമ്മളാരും അങ്ങനെ ഇറങ്ങിപ്പോകരുത്. പോയാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ തോന്നൂല. അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. 28-30 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ അവനവന്റെ വേരുകളെ തേടിയെടുക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇതാരാണ്? ഇത് മോനാണ്, ഇത് പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യ എവിടെ? അവൾ ഭർത്താവിന്റെ ഭാര്യയായിരുന്നു. എവിടെയാണ് അവൾ മുറിക്കുക? മരിച്ചു എന്നറിഞ്ഞാൽ ഓക്കെ, 4 മാസം 10 ദിവസം കഴിഞ്ഞാൽ കുളിച്ചൊരുങ്ങി നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ കേട്ടോ. ആര് മരിച്ചാലും ഭാര്യ 4 മാസം 10 ദിവസം ആയാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്നാ. കല്യാണം വേണോ വേണ്ടെന്നുള്ളതല്ല. മരിച്ചാൽ എന്താ പറയാ? ഇന്നാ ലില്ലാഹി, ഞങ്ങളും മരിക്കും. മകൻ മരിച്ചാൽ എന്താ പറയാ? അൽഹംദുലില്ലാ. ഭർത്താവ് മരിച്ചാൽ എന്ത് പറയും എന്ന് പറയാണോ? അല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുവേ ഈ വിപത്തിൽ എനിക്ക് നീ കൂലി തരണേ. വഖ്ലുഫ് ലീ ഖൈറ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് പിന്നാലെ തരണേ. എന്താ നല്ലത്? നല്ല ഭർത്താവ്, നല്ല ജീവിതം. ഭർത്താവിനെ വേണ്ടേ? നല്ല ജീവിതം, നല്ല ഇതിനേക്കാൾ നല്ല അവസ്ഥ. നന്നാകണം എന്നല്ലാതെ മോശമാകണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഉഷാറായിട്ട് പറയണം. ഇതാര് പഠിപ്പിച്ചു? സ്നേഹത്തിന്റെ റസൂല് പഠിപ്പിച്ചു.
ആ റസൂലിന് പെമ്മക്കളൊക്കെ ഉണ്ടല്ലോ. ആ പെമ്മക്കൾ മരിച്ചാൽ, റസൂലുള്ളാന്റെ ഒരു മകൾ മരിച്ചല്ലോ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ, എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ഇതിനേക്കാൾ നല്ലത് തരണേ, ഇതിനേക്കാൾ നല്ലൊരു ഭാര്യ ഉണ്ടാവൂ, റസൂലിന്റെ മകളെക്കാൾ നല്ലൊരു ഭാര്യ ഉണ്ടാവോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാതിരിക്കണ്ട. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ മദീനത്തേക്കുള്ള ഹിജറിന്റെ കഥ പറഞ്ഞപ്പോ ആ രണ്ടാളെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുട്ടിന്റെ കൈ വലിച്ചൂരിയെ, ഇത് കുടുംബക്കാരെ കഥയൊക്കെ. അവര് പ്രാർത്ഥിച്ചു, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുവേ ഈ വിപത്തിൽ എനിക്ക് പ്രതിഫലം തരണേ. ആപത്തിൽ പ്രതിഫലം തരണമെങ്കിൽ എന്ത് വേണം? തലട്ടടിച്ച, ഞങ്ങൾക്ക് ഞാനാണോ എന്ന് പറയാ, ദേഷ്യം പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ കൂലി കിട്ടുമോ? ഇല്ല. ശാന്തമായിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും കരയൊക്കെ ചെയ്യാ, ശാന്തമായിട്ട്. വീട്ടിൽ അനാചാരങ്ങൾ ഇല്ല, ഒന്നുമില്ല. മരിച്ച സന്തോഷം പ്രകടിപ്പിച്ച് കുലാവി കൊടുക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാകരുത്. അങ്ങനെ അവളെ കൂലിട്ടുള്ളൂ. ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണേ. അപ്പോ അവരുടെ മനസ്സിൽ കടന്നു വന്നു, എന്റെ ഭർത്താവ് അബൂ സലമയേക്കാൾ നല്ലൊരു മനുഷ്യൻ ഈ ലോകത്താരാണ് എന്ന് മനസ്സിൽ വന്നു. 4 മാസവും 10 ദിവസം കഴിഞ്ഞപ്പോൾ വാതുക്കമുട്ട് ആരാ? റസൂലിന്റെ ഒരു ദൂതൻ വരികയാണ്, അംബാസഡർ വരികയാണ്. റസൂൽ നിങ്ങളെ കല്യാണം ആലോചിക്കുന്നുണ്ട്. 5-6 മക്കളുണ്ട് അവർക്ക്. അവര് പറഞ്ഞയച്ചു, ഞാൻ ഈ ദേഷ്യം പിടിക്കുന്ന ആളാണ്. എങ്ങനെ? ഈറ. ഏത് ഈറ? ചക്കോളത്തിപ്പോരും. മറ്റൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിനോട് കുറച്ച് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. പിന്നെയോ എനിക്ക് കുറെ മക്കളുണ്ട് എന്ന്. സാധാരണഗതിയിൽ റസൂല് കല്യാണം ആലോചിച്ച ഞാൻ റെഡിയാക്ക, എനിക്ക് എന്നതിനെ പറ്റും, ഞാൻ ഉഷാറാണ് എന്ന് പറയുന്നില്ല. ഇത് ആ സാധുവായ സ്ത്രീ, നമ്മളമ്മ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ റസൂല് പറഞ്ഞു, നിന്റെ ദേഷ്യം മാറാൻ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചോളാം, കുട്ടികളല്ലേ അത് ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ ആ തിരു കല്യാണം, ആരംഭ കല്യാണം കഴിഞ്ഞു. അപ്പോ റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, മകളും ഭാര്യയും ഉമ്മയും പെങ്ങളൊക്കെ മനസ്സിലാക്കണം, ഭർത്താവ് മരിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്. അപ്പോ നമ്മള് മരണത്തെപ്പറ്റിയുള്ള ചിന്തകൾ എല്ലാ സന്ദർഭത്തിലും ഇവിടെ നമ്മൾ കേട്ടും കണ്ടും ഇരിക്കുമ്പോൾ ആ മരണത്തിന്റെ ഭയാനകതകള്, അനിശ്ചിതത്വം എന്താണ്? അനിശ്ചിതത്വം എന്താണ്? എവിടെയാണ് ഭർത്താവ് എന്ന് അറിയാതെ, എവിടെയാണ് മരിച്ച ആൾ, എവിടെയാണ് കാണാതായ മനുഷ്യൻ എന്നറിയാതെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായ അവസ്ഥയിൽ കഴിയുന്ന ഓരോ മിനിറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു അവർക്ക് നീ ആശ്വാസം അരുളണേ. പിന്നെ തല കിട്ടി, ബാക്കി കിട്ടിയില്ല. ഉടല് കിട്ടി, ബാക്കി കിട്ടിയില്ല. കയ്യും കാലൊക്കെ അവിടുന്ന് കിട്ടി, ബാക്കി കിട്ടിയില്ല. ഇത് ആരുടേതാണ്? ആരുടേതാണ്? മേപ്പാടിയിൽ നിന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഓരോ പ്രദേശങ്ങളിലും പോയി നോക്കുകയാണ്. നമ്മളെ പ്രിയപ്പെട്ടവന് എവിടെ? ഈ കാൽ ആരുടേതാണ്? കാലുമ്മൽ ഒരു മറുകുണ്ട്. അത് പറയാൻ ആ മറുകറിയുന്ന ഉമ്മ ജീവിച്ചിരിക്കണ്ടേ? ആ ബാപ്പ അറിയണ്ടേ? ആ ബാപ്പ ഉണ്ടാകണ്ടേ? പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാകണ്ടേ? ഭാര്യ ഭർത്താവിന്റെ നെറ്റിയിൽ ഒരു അടയാളമുണ്ട്, അത് പറയാൻ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു. ഈ മയ്യത്ത് ആര് എങ്ങനെ കണ്ടെത്തും? എല്ലാം കൊണ്ടും ധീരമായ കാര്യങ്ങളിലൂടെ കടന്നുപോയ നല്ല നല്ല മനുഷ്യന്മാര് അതാ അങ്ങനെ കിടക്കുകയാണ്, ഇല്ലേ? ഇതൊക്കെ അവിടെ വന്നു. എന്നാൽ ഈ കാരക്കോട് വരാൻ എത്ര സെക്കൻഡ് മതി? അവരെക്കാൾ നമ്മൾ വലിയ ഉഷാറാണോ? നമ്മളെക്കാൾ അവർ മോശമാണോ? അല്ല. എങ്കിൽ നമ്മളെന്താ ഞാൻ ആലോചിക്കേണ്ടത്? നമ്മളെ മരണമാണ്. നമ്മുടെ മരണത്തെപ്പറ്റിയാണ് ഇനി ചിന്തിക്കേണ്ടത്. നമുക്ക് നന്നായി മരിക്കണം, കെലിമ ചൊല്ലി മരിക്കണം. ആ കെലിമ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറയുന്നവരുടെ കെലിമയല്ല, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന മക്കത്തെ അബൂജഹലിന്റെ കെലിമയല്ല, ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന മദീനത്തെ നസ്രാനിയുടെ കെലിമയല്ല, മറിയം ബീവിയെ സഹായിക്കണേ എന്ന് പറയുന്നവരുടെ കെലിമയല്ല, അല്ലാഹുവേ കാക്കണേ എന്ന് പറയുന്നവരുടെ കെലിമ, നിസ്കരിക്കുന്നവരുടെ കെലിമ, സകാത്ത് കൊടുക്കുന്നവരുടെ കെലിമ, നോമ്പെടുക്കുന്നവരുടെ കെലിമ, ഹജ്ജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുടെ കെലിമ,
എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്തു സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയണമെന്ന് വിചാരിക്കുന്നവരുടെ കലിമയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇബ്നു മാജയിലെ 4529 ഹദീസ്. മൻ അഖിയസുന്നാസി യാ റസൂലല്ലാഹ്, റസൂലേ മനുഷ്യന്മാരിൽ ഏറ്റവും വളഞ്ഞോന്മാരാരാ, സമർത്ഥന്മാരാരാ, അതിബുദ്ധിമാന്മാരാരാ? എന്റെ മോണ്ടല്ലോ ഉഷാറാണ്. എന്താ, ഒരു മൊബൈല് കേടുന്ന കൊടുത്താൽ അവനെ ഒപ്പം നന്നാകും. ഏതൊരു മെഷീൻ കണ്ടാലും അതോ റിപ്പയർ ചെയ്യും. ഏത് കണക്കും കൂട്ടും. എല്ലാത്തിലും ഫസ്റ്റ് ആണ്, A+ ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു. മോനെ മോളെ, എന്റെ ഭർത്താവ് എത്ര വലിയ കച്ചവടക്കാരനറിയും, 5 റുപ്യ ഉണ്ടെങ്കിൽ അത് 6 റുപ്യ ആക്കാതിരിക്കൂല. അങ്ങനെ നമ്മൾ മെജ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ലതാണ്. പക്ഷേ അതൊക്കെ മേലെ ഒരു ബുദ്ധിയുണ്ട്. അതെന്താ? അതാ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അരുളുന്നു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, അക്സറുഹും ലിൽ മൗതി ദിക്റാ, ഏറ്റവും കൂടുതൽ മരണത്തെപ്പറ്റി ഓർക്കുന്ന ആള് നമ്മുടെ മരണം. നമ്മുടെ മരണം എല്ലാവരുമായി മരിക്കുന്നു, അവിടെ കടത്തുന്നു, ബന്ധുമിത്രാദികളൊക്കെ വന്ന് നിലോളിക്കുന്നു. മയ്യത്ത് എന്ന് പറഞ്ഞാൽ മുഖം മൂടിയതാണ് കേട്ടോ. അതുകൊണ്ട് മയ്യത്ത് എപ്പോഴും മുഖം മൂടണം. നിർബന്ധമുള്ള ഒരു സ്വന്തം ഒന്ന് തുറന്ന് കണ്ടോട്ടെ. നമ്മൾ ആരോടെ ഇരിക്കൊന്നും വേണ്ട, തുറന്ന് കാണിച്ചു കൊടുക്കാൻ അവരാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തിട്ട്. കാരണം മയ്യത്ത് കാണേണ്ടതല്ല, മയ്യത്ത് പറഞ്ഞാൽ കാണാത്തതാണ്. മയ്യത്തിന്റെ അടുത്തെത്തുമ്പോ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഉഗ്ഫിർ, ആളെ പേര് പറയാ, അല്ലാഹുമ്മ ഉഗ്ഫിർ ലി ഫുലാൻ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് മനോഹരമായി പ്രാർത്ഥിക്കുക കേട്ടോ. മയ്യത്ത് കാണാൻ തിക്കി തിരക്കൊന്നും വേണ്ട. മയ്യത്ത് ഇങ്ങനെ കണ്ടിട്ട് വലം വെക്ക് തവാഫ് ചെയ്ത് പോരൊന്നും വേണ്ട. അവിടെ പോവുക, നോക്കിയിട്ട് ഒറ്റ പ്രാർത്ഥന. ആണുങ്ങളെ മയ്യത്തിങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. സുന്ദരി പെൺകുട്ടിയുടെ മയ്യത്ത് ആണുങ്ങൾ ഇങ്ങനെ തുറന്നിട്ട് നോക്കുക. ഇതെന്താ പരിപാടി? അങ്ങനെയല്ല, മയ്യത്തിന്റെ അടുത്തെത്തുമ്പോൾ പ്രാർത്ഥിക്കും. മയ്യത്ത് കാണാൻ വേണ്ടി ആരും കാത്തുക്കണ്ടയില്ല, മയ്യത്തിനെ ആരും കാത്തു നിർത്തേണ്ടതുമില്ല. അപ്പോ മരിച്ചാ എന്താ സംഭവിക്കുക? ഇതൊക്കെ സംഭവിക്കും, അതൊക്കെ നടന്നോളും. വേണ്ടതൊക്കെ എന്താ കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകണം കേട്ടോ, കാത്തുക്കൊന്നും വേണ്ട, വേഗം കൊണ്ടുപോവുക. നിസ്കരിക്കുക, കബറടക്കുന്നിടത്തേക്ക് പോവുക. എല്ലാരും കബറടത്തേക്ക് പോവുക. അവിടെ നല്ല കുപ്പായൊക്കെ ഇട്ട് പോകുമ്പോ പിടി മണ്ണ് വാരാൻ ചില ആൾക്കാർക്ക് ഒരു മടി. നമുക്കും പോകാനുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ, മറക്കണ്ട. പിന്നെ തസ്ബീത്ത് ചെയ്യാ. തസ്ബീത്ത് ആരും ചൊല്ലിക്കൊടുക്കണ്ട, എല്ലാരും ചൊല്ലുക. സമയല്ലേ, ഒരു 3 തസ്ബീത്ത് കഴിഞ്ഞിട്ട് മടങ്ങിക്കോളി. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ. അത്ര തിരക്കൊന്നുമില്ല. അവിടെ കാണാൻ കുറെ ആൾക്കാർ അവിടെ പള്ളിന്റെ അവിടെ ഇരിക്കുന്നു, വർത്താനം പറഞ്ഞു. പള്ളിന്റെ പുറത്ത് വർത്താനം പറഞ്ഞു, ഖബറിസ്ഥാന്റെ വേറെ ഭാഗത്ത് വർത്താനം പറഞ്ഞു. അന്ന് അവിടെ പോയി നോക്കിക്കൂടെ? 2 ഖിറാത്ത് കൂലിയ. മയ്യത്ത് നിസ്കരിച്ചു പോന്നാലോ 1 ഖിറാത്ത് കൂലിയ. എത്ര 1 ഖിറാത്ത്? ഉഹുദ് മലയോളം. ഈ സദസ്സിൽ ഉഹുദ് മല കണ്ടിട്ടുണ്ടാവുമല്ലോ, എത്ര വലിപ്പുണ്ട്. ആ ഉഹുദ് മല ഇപ്പൊ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൊട്ടടിച്ചാലേ പറ്റുള്ളൂ, കടക്ക വീട്ടാനല്ലേ പറ്റുള്ളൂ. എന്നാ പരലോകത്ത് കിട്ടുകയാണെങ്കിലോ സ്വർഗത്തിലാ കിട്ടുക. അത്രയും കൂലിയ. അതുകൊണ്ട് കളയണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ മരിച്ചു പോണം, ഇതൊക്കെ നടക്കും. എന്ത് വേണം? ഖബറിൽക്കാണ് ചെല്ലുമ്പോ ചോദ്യമുണ്ട്. മരിക്കാൻ നേരത്ത് പ്രശ്നമുണ്ട്. ആ മരിക്കാൻ നേരത്തുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം, വിചാരണയിൽ രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം. അതിനുവേണ്ടിയുള്ള ഒരുക്കം. അഹ്സനുഹു ലിമാ ബഅദഹു ഇസ്തിഅദാദ. അതിനുവേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവൻ അവനാണ് വളഞ്ഞവൻ. അപ്പോ നമ്മുടെ കുടുംബത്തിൽ ആരാണ് ഏറ്റവും വളഞ്ഞവൻ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ
വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. നമുക്ക് മരിച്ചു പോണം. അതാണ് മരണത്തെപ്പറ്റിയും പരിക്കിനെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ള രണ്ടാമത്തെ കാര്യം. ഒന്ന്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ട്, നമുക്കും മരിക്കണം. ആ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. വല്ലതും ബാക്കിയുണ്ടോ? എന്തെങ്കിലും ആലോചിച്ച് നോക്കുക. ആരോടെങ്കിലും ഒന്ന് പിണക്കം തീർക്കാനുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ട് മുസ്ലിമിലെ 2656 ഹദീസ്, 2565 ഹദീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിന്റെ വാതിൽ തുറക്കും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എല്ലാ ശിർക്ക് ചെയ്യാത്ത അടിമകൾക്കും പുറത്തു കൊടുക്കും. ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന പാരമ്പര്യത്തിലുള്ളവർക്ക് പുറത്തു കിട്ടൂല കേട്ടോ, പറഞ്ഞു കൊടുക്കണം. ഇല്ലാ ലിറജുലിൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി സഹന. പിണങ്ങിയവർക്ക് മാപ്പില്ല, പിണങ്ങിയവർക്ക് മാപ്പില്ല, പിണങ്ങിയവർക്ക് മാപ്പില്ല. യുഖാലു, മലക്കുകളോട് പറയും അല്ലാഹ്, അൻളിറു ഹദൈനി, ഈ രണ്ടാളെ കാര്യം ഒന്ന് പെൻഡിങ്ങിൽ വെക്കിൻ, ഹത്താ യസ്തലിഹ, ആദ്യം അവരും നന്നാകട്ടെ. പഠിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും. ശരി, അപ്പോ എല്ലാം നമുക്ക് നന്നായി മരിക്കണം, കലിമ ചൊല്ലാൻ സാധിക്കണം. ഖബറിൽ ചോദ്യമുണ്ട്, ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. അത് ചോദ്യ പേപ്പറൊക്കെ പുറത്തു വിട്ടിക്കണം. ചോർച്ചയൊന്നല്ല, പുറത്തു വിട്ടാ റസൂലുള്ള, ഉത്തരവും പുറത്തു വിട്ടിക്കണം. പറയാൻ അറിയണമെങ്കിൽ എന്ത് വേണം? ആ സമയത്ത് ഈമാൻ ഉണ്ടാക്കാൻ കഴിയില്ല, നേരത്തെ ഈമാൻ ഉണ്ടാക്കി വെക്കണം. നമ്മളെ അപകടം വരുമ്പോൾ ഓടിയെത്തേണ്ട വണ്ടിയില്ലേ ഉണ്ട്, ആ വണ്ടിയിൽ എണ്ണ എപ്പോഴും റെഡിയാണ്, വെള്ളം എപ്പോഴും റെഡിയാണ്, ഡ്രൈവർ യൂണിഫോമിലാണ്. ആ 100-ാം നമ്പറിൽ ബെല്ലടിക്കുന്ന സമയത്ത് ആ വണ്ടി പുറപ്പെടും. ഇല്ലേ? അല്ലേ? നമ്മൾ മരിക്കുന്ന നേരത്ത് നമുക്ക് ഈമാൻ ഉണ്ടെങ്കിലേ കലിമ ചൊല്ലാൻ കഴിയും. അങ്ങനെ ജീവിച്ചെങ്കിലേ ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയിട്ട് അതിന് സമയം ഉണ്ടായിട്ട് 15-ാം വയസ്സിൽ കിട്ടിയിരിക്കണം. ഈ മക്കൾക്കൊക്കെ കിട്ടിയിരിക്കണം ചോദ്യപേപ്പർ. എന്താ ചോദ്യം? റബ്ബാരാണ്, അല്ലേ? നബിയാരാണ്, ഇതാരാണ്, ഇതാരാന്ന് ചോദിക്കും. ദീനേതാണ് ഒക്കെ ചോദിക്കൂലേ? ഉത്തരവും അറിയാം, ചോദ്യവും അറിയാം. എന്നിട്ട് കുറെ കാലം ഇസ്ലാമിൽ ജീവിച്ചിട്ട് നിസ്കരിച്ചിട്ട് പോകുമ്പോ ആ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി, അപ്പൊ എല്ലുകളൊക്കെ നുറുമ്പും, ഖബർ ഇടുങ്ങും, വാരിയെല്ലും തമ്മിൽ കോർക്കും. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. അവിടം തുടങ്ങും അടി, അവിടം തുടങ്ങും ശിക്ഷ. നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടും, നരകത്തിന്റെ ദുർഗന്ധം വരും, നരകത്തിന്റെ വിരിപ്പ്. അതിന് പകരം അല്പം മര്യാദക്ക് നടന്ന ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും, സ്വർഗത്തിന്റെ സുഗന്ധം വരും, സ്വർഗത്തിന്റെ വിരിപ്പ് വരും. അവിടെ നമുക്കത് കിട്ടണം. അന്ത്യനാളിൽ ആരുടെയും തണൽ കിട്ടാത്ത നാള്. ബുഖാരിയിലെ 660 ഹദീസ്. 7 കൂട്ടർക്കന്ന് തണൽ കിട്ടും. ആ തണലിങ്ങനെ വരണം, ആ തണലിങ്ങനെ വരണം. എല്ലാവർക്കും ഇല്ല, അത് നമുക്ക് കിട്ടണം. അപ്പോ നമ്മളുടെ കിതാബ്, നമ്മളെ റിക്കാർഡ് അല്ലാഹു വായിപ്പിക്കൂല, എല്ലാം നോക്കൂല. ഒന്നാണ് മറിച്ചു നോക്കിയിട്ട് പൊയ്ക്കോ സ്വർഗത്തേക്ക് എന്ന് പറയണം. വെറുതെ ഒന്നുമല്ല. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതിയില്ലേ, നിങ്ങൾ ഓതിയില്ലേ? ഒരു ചെറുതും വലുതും ഇതിൽ പറയാതെ വിട്ടിട്ടില്ല. അങ്ങനെയുള്ള വലിയ കോടിക്കണക്കിന് പേജുകളുള്ള റിക്കാർഡ് മറിച്ചു നോക്കാതെ ഒന്നുണ്ട് ഒറ്റ നോട്ടം നോക്കിയിട്ട് പൊയ്ക്കോ എന്ന് പറയണം നമ്മളെ. കടുക് കീറി വിചാരണ ചെയ്ത നരകോറപ്പ. സ്വർഗത്ത് പോണ്ട ഒരാളും സ്വർഗത്ത് പോകാൻ മാത്രം ഉണ്ടായിട്ടല്ല, നരകത്ത് പോണ ഒരാളും പറയില്ല എന്നെ അന്യായമായിട്ട് നരകത്തിൽ ഇട്ടതാന്ന് പറയില്ല. ഉറപ്പായി നമ്മൾ സമ്മതിക്കും, തല കുലുപ്പി സമ്മതിക്കും. അതല്ലേ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൂറത്ത് മുൽക്കോദിയപ്പോ പറഞ്ഞത്, ഫഅ്തറഫു ബിദംബിഹിം, അവർ കുറ്റം സമ്മതിക്കും. അടിച്ച് സമ്മതിപ്പിക്കല്ല,
ഇന്ന ദോഷം ഇന്ന സമയത്ത് ഇന്ന തെറ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ ഉറപ്പാ. അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം, നമുക്ക് കലിമ ചൊല്ലി മരിക്കണം. അതിന് ഉള്ള ജീവിതമാണ് ഇവിടെ അള്ളാഹു തന്നത്. വായു ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്, ഈ ലോകം മുഴുവൻ നമുക്ക് തന്നു. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗ്രഹങ്ങളെ ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് മൻ അഖിയസുന്നാസി യാ റസൂലല്ലാഹ്, ആരാണ് ഏറ്റവും ബുദ്ധിമാൻ? ആരാണ് ഏറ്റവും ബുദ്ധിമാൻ? അഹ്സൻ അക്സറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്ന ആള്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിദാദ, അതിനുവേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്ന ആള്. മുടി മുതൽ അടി വരെ നന്നായി ഒരുങ്ങണം. കർമ്മധർമ്മങ്ങളൊക്കെ, അമലുകളും ഇബാദത്തുകളും ഒക്കെ. ഇനി ചോദിച്ചാൽ മതി എന്താണ് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് എന്ന്. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനനം മുതൽ മരണം വരെ, നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും, കച്ചവടം, കൃഷി, ഏർപ്പാട്, ഇടപെടൽ എല്ലാം. അതുകൊണ്ട് ഇനിയൊന്നും ബാക്കിയാക്കണ്ട. ഇതാണ് മരണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വെള്ളച്ചാട്ടം വരാം, മലയിടിയാം, വീട് തകരാം. ആ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദമി, തകർന്നു വീഴുന്ന മരണം. അല്ലാഹു അക്ബർ. തറദ്ദി, വീണുള്ള മരണം. ഗർഖ്, മുങ്ങി മരണം. ഹരീഖ്, തീപിടുത്ത മരണം. അല്ലാഹു അക്ബർ. അതുപോലെ ലദിയൻ, തേളുകുത്തി പാമ്പ് കടിച്ചിട്ടുള്ള മരണം. മബ്തൂൻ, വയറിന്റെ അസുഖങ്ങൾ കൊണ്ടുള്ള മരണം. പ്രസവത്തിലുള്ള മരണം. കോളറയോ പകർച്ചവ്യാധിയോ ബാധിച്ചിട്ടുള്ള മരണം. പ്രസവത്തിലുള്ള മരണം. അങ്ങനെ വീണിട്ടുള്ള മരണം, വയറിനുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടുള്ള മരണം തുടങ്ങിയ എല്ലാ മരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ അനുഗ്രഹിക്കണേ, കലിമ ചൊല്ലി മരിക്കാൻ റബ്ബേ അനുഗ്രഹിക്കണേ. മരണത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ ഓർക്കുന്ന, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്ന, നല്ല ബുദ്ധിയുള്ളവരിൽ, വിവേകമുള്ളവരിൽ, തന്റെ ഇടമുള്ളവരിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ.